അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തിക്കാൻ ആധാരമായ ദൈവവചനം 2 പത്രോസിന്റെ തന്നെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനഭാഗത്ത് പത്രോസ് തന്റെ ലേഖനം എഴുതിയിട്ട് ആ ലേഖനത്തിൽ പത്രോസ് ഇങ്ങനെയാണ് കുറിക്കുന്നത്: ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. 3-ാമത്തെ വചനഭാഗം ഇങ്ങനെ പറയുകയാണ്: തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തിയും ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ഒന്നിനും കുറവ് വരുത്താത്ത ദൈവം നമുക്ക് വേണ്ടതെല്ലാം തരുമെന്ന് പത്രോസിനോട് പറയുവാൻ ഒരു കാരണം, പത്രോസ് തന്റെ ജീവിതത്തിൽ ഇത് അനുഭവിച്ചിട്ടാണ് ഈ ലേഖനം എഴുതുവാൻ ഇടവന്നത്. വിദ്യാഹീനനായ പത്രോസ് വിദ്യാസമ്പന്നർ സംസാരിക്കുന്നതിനേക്കാൾ ജ്ഞാനത്തോടുകൂടെ സ്വർഗീയ വെളിപ്പാടോടുകൂടെ സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവം പത്രോസിന്റെ അകത്ത് ആത്മാവിനെ പകർന്നു കിട്ടിയപ്പോൾ പത്രോസ് പറയുകയാണ്: തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തിയും ജീവനും ഭക്തിക്ക് വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഇതെനിക്ക് കിട്ടിയതാണ്. കർത്താവ് ആരാണ് എന്ന് ശിഷ്യന്മാരുടെ മുമ്പിൽ ചോദിച്ചു. ഞാൻ ആരാണെന്നാണ് എല്ലാവരും പറയുന്നത്, നിങ്ങൾ എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത്? എല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും പത്രോസ് ഇങ്ങനെയാ പറഞ്ഞത്: നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞപ്പോൾ യേശു അവനോട് പറയുകയാണ്: ഇത് മാംസരക്തങ്ങളല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് വെളിപ്പെടുത്തി തന്നത്. കാരണം വെളിപ്പാടിന്റെ ഒരു ആത്മീയ വരവും അനുഭവിച്ചവനായിരുന്നു പത്രോസ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് തന്റെ മഹത്വത്താൽ, ദൈവത്തിന്റെ സകല മഹത്വത്താലും വീര്യത്താലും അവന്റെ ദിവ്യ അനുഭവവും സ്വഭാവവും കൃപയും എല്ലാം അനുഭവിച്ചിട്ടാണ് പത്രോസ് കർത്താവിന്റെ കൂടെ ജീവിച്ച ജീവിതമാണ് പത്രോസ് ഈ ലേഖനമായി എഴുതുവാൻ ഇടവന്നത്. ഈ ലേഖനം എഴുതുമ്പോൾ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് വെളിപ്പെടുമ്പോൾ, ഒന്ന്, അവന്റെ ദിവ്യശക്തിയും ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു കർത്താവ്. അത് സൗജന്യമായിട്ട് നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. അത് നമ്മൾ കൃപയാൽ അനുഭവിക്കേണ്ടതിനാണ് അവന്റെ സന്നിധി നമ്മളെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ വചനം കേൾക്കുന്ന നമ്മളോട് കർത്താവ് പറയാണ്: നിങ്ങൾക്ക് വേണ്ടതെല്ലാം തരുന്നൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവന്റെ അഭിഷേകത്തിന്റെ കൃപയിൽ നിറഞ്ഞ് എപ്പോഴും അവനെ നമുക്ക് ആരാധിക്കാൻ, സ്തുതിക്കാനും നന്ദി പറയുവാനും പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാകും. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.